വെൽക്കം ടു അവർ ചാനൽ. നമ്മളിന്ന് ബറോസ് ഫിലിമിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്രിസ്മസിൻ്റെ അന്നാണ് ഇത് റിലീസായത്. ഇപ്പോൾ ക്രിസ്മസിൻ്റെ അത് ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഫാമിലി ആയിട്ട് പോയിരുന്നു. കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റുന്നൊരു 3D ചിത്രം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. പണ്ടൊക്കെ നമ്മൾ മൈ ഡിയർ കുട്ടിച്ചത്രനൊക്കെ കാണാൻ പോയ ആ ഒരു ഫീൽ തന്നെയാണ് കുട്ടികൾക്കും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പോയത്. അപ്പം ഇതൊരു ഫാൻറ്റസി മൂവിയാണ്. 3D മൂവി എന്ന് പറയുമ്പോൾ 3D ഇഫക്ട്സ് ഒക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ടെക്നിക്കലി വളരെ നല്ല മൂവിയാണ്. പിന്നെ കുട്ടികൾക്ക് എന്തായാലും ഈ മൂവി ഇഷ്ടപ്പെടും. ഇപ്പോൾ ഈ മൂവി ഇഷ്ടപ്പെടാത്ത ഒരു കുട്ടി പോലും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയ സിനിമകളൊക്കെ ഒരുപാട് വയലൻസ് ഉള്ളതും അങ്ങനെയൊക്കെ നമ്മൾ കുറേ ഇതിനെപ്പറ്റി ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുട്ടികൾക്ക് പറ്റിയ ഒരു ചിത്രം എന്നുള്ള രീതിയിൽ ബറോസ് മികച്ച് തന്നെ നിൽക്കുന്നുണ്ട് ഈ ക്രിസ്മസ് അവധിക്കാലത്ത് പ്രത്യേകിച്ചും. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ പറയുകയാണെങ്കിലും വളരെ നന്നായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 3D വിഷ്വൽ ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. മലയാളത്തിൽ ഇങ്ങനെ ഒരു ഫിലിം എന്ന് പറയുന്നത് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ കുട്ടികളൊക്കെ ആയാലും അവെഞ്ചേഴ്സ് പോലെയുള്ള ഒരുപാട് 3D ഫിലിംസൊക്കെ കണ്ട് ആ ഒരു ഹോളിവുഡ് സ്റ്റാൻഡേർഡിന് പറ്റുന്ന രീതിയിൽ തന്നെയാണ് മലയാളത്തിലെ ഒരു 3D ഫിലിം ഒരുക്കിയിട്ടുള്ളത്. പിന്നെ വലിയവരുടെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ കുട്ടികൾ കൊണ്ടുപോകുന്ന രീതിയിൽ നമ്മളും ഒരു കുട്ടികളുടെ മനസ്സോടുകൂടി കാണുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും. കാരണം ഒരുപാട് ലോജിക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് പ്യുവർ ഒരു ഫാൻറ്റസി മൂവിയാണ്. അപ്പോൾ ഫാൻറ്റസി മൂവിയിൽ എന്തായാലും നമ്മൾ ലോജിക്കിനൊന്നും ഒരുപാട് പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല. ഒരു തിരക്കഥയാണെങ്കിലും അതിന് പറ്റിയൊരു തിരക്കഥ. പിന്നെ അവതരണ രീതി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സ്ലോ ആണോ എന്ന് നമുക്ക് തോന്നും. പ്രത്യേകിച്ചും വലിയവരൊക്കെ നമ്മൾ കുട്ടികളുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് കഥ പറഞ്ഞ് പോകുന്ന രീതി ഇച്ചിരി സ്ലോ ആണ്, ഇച്ചിരി ലാഗ് നമുക്ക് ഫീൽ ചെയ്യായിരിക്കും. പക്ഷെ കുട്ടികൾക്ക് അതൊന്നൊരു വിഷയം ഉണ്ടാവില്ല. എൻ്റെ ഡീബഡ് ഡയറക്റ്റിംഗ് എന്നുള്ള ഒരു എക്സ്പെക്ടേഷനും കൂടെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെയായിരിക്കും അത് എന്നുള്ളത്, സംവിധായകൻ്റെ വേഷം മോഹൻലാലിൻ്റെ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത്. കാരണം അഭിനേതാവ് എന്നുള്ള രീതിയിൽ നമ്മൾ മോഹൻലാലിൻ്റെ അഭിനയ സിദ്ധിയൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ഫിലിമിലാണെങ്കിലും ആ ഒരു ക്യാരക്ടറിന് പറ്റിയ എല്ലാം മോഹൻലാലിലുണ്ട് ആസ് എ ആക്ടർ. പക്ഷേ ഡയറക്ടർ എന്നുള്ള രീതിയിലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. കാരണം ഒരു സംവിധായകൻ്റെ ഒരു സിനിമയാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. കാരണം അതിന് പറ്റിയ രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇങ്ങനെ 3D ഫിലിം കൂടെ സംവിധാനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് നല്ല റിമാർക്കബിളായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇംപ്രൂവൈസേഷൻസ് ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഉണ്ട്. അത് നമുക്ക് പതുക്കെ ഈ പറഞ്ഞ പോലെ ഓരോ അറ്റംപ്റ്റും കഴിയുന്തോറും ഇമ്പ്രൂവ് ചെയ്ത് വരുമായിരിക്കും. പക്ഷെ മോഹൻലാൽ ആസ് എ ഡയറക്ടറും നമുക്ക് ഇഷ്ടപ്പെടും. ആസ് എൻ ആക്ടർ ഓൾസോ ഈ ഒരു സിനിമയിൽ മോഹൻലാലിന് തന്നെയാണ് നല്ല റോളുള്ളത്. പ്രണവ് മോഹൻലാൽ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഭയങ്കര വലിയ കാസ്റ്റൊന്നും ഈ സിനിമയിലില്ല. പക്ഷേ ഉള്ളവരൊക്കെ അവരുടെ റോള് വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട കാര്യം, മോഹൻലാലിൻ്റെ കൂടെ ഒരു കാവലാളായിട്ടുള്ള ഒരു ആനിമേഷൻ ക്യാരക്ടർ പോലെ ഒരാൾ, അതും നല്ലൊരു വെറൈറ്റി ആയിരുന്നു നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ക്രിസ്മസ്, ന്യൂ ഇയർ ആ ഒരു സമയത്ത് ഈ ഒരു അവധിക്കാലത്ത് കുട്ടികളെയും കൊണ്ട് അവർക്ക് പറ്റുന്ന ഒരു ഫാൻറ്റസി മൂവിക്ക് പോകാമെന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ ചെന്നാൽ എന്തായാലും അത് ഇഷ്ടപ്പെടും. അല്ലാതെ ലോജിക്കും പിന്നെ ത്രില്ലിങ് എക്സ്പീരിയൻസും അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരുപാട് എലിമെൻറ്റ്സ് നോക്കിയിട്ടുള്ള പോവുകയാണെങ്കിൽ പറഞ്ഞ പോലെ ചിലപ്പോൾ അത് നിരാശപ്പെടുത്തും. കാരണം നമുക്ക് മിക്സഡ് റിവ്യൂ നമ്മൾ കേട്ടിരുന്നതിന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു, വലിയവർക്കൊന്നും ഇഷ്ടമായില്ല എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കുറേ റിവ്യൂസ് നമ്മൾ കണ്ടിരുന്നു ഫസ്റ്റ് ഡേ തന്നെ. അപ്പോൾ അങ്ങനെയൊന്നും പറയാനില്ല. കുട്ടികളുടെ കൂടെ അവരുടെ മനസ്സോടുകൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ ഈ ഒരു അവധിക്കാലത്ത് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവധിക്കാലത്ത് കുട്ടികളെയൊക്കെ കൊണ്ടുപോയി ഈ ഒരു സിനിമ എന്തായാലും കാണാം. അതെന്തായാലും ഇഷ്ടപ്പെടും. താങ്ക് യു.